ഹലോ ഗൈസ്. അപ്പം നമുക്ക് ഇന്നൊരു ലഞ്ച് ഉണ്ടാക്കിയാലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. അപ്പം നമുക്ക് അതിന് വേണ്ടിയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമുക്ക് മാർക്കറ്റിലൊന്ന് പോവാവേ. അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഓട്ടോയിലാട്ടോ. നമ്മുടെ ഇവിടുത്തെ ചേട്ടൻ്റെ ഓട്ടോ വിളിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പം കുറേ നാൾ കൊണ്ട് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാൻ. ഇപ്പം നമ്മൾ മാർക്കറ്റിലെത്തി. അപ്പം നമുക്ക് ആദ്യം മീൻ വാങ്ങിക്കാം കേട്ടോ. അപ്പം ഞാൻ അധികം അങ്ങനെ ആൾക്കാരെ എടുത്തില്ല വീഡിയോസ്. ചിലപ്പോൾ എങ്ങനെ ആൾക്കാരുടെ റിയാക്ഷൻ അറിയത്തില്ലല്ലോ. പിന്നെ നമ്മൾ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് അതുമായിട്ട് നേരെ നമ്മൾ ഓട്ടോയിൽ കയറി തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം ആൾക്കാരെയൊന്നും ഫോട്ടോ എടുക്കാൻ നിന്നില്ല വീഡിയോ ഒന്നും. പിന്നെ വീട്ടിൽ വന്ന് നമുക്ക് മീനൊക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം നമ്മൾ മീൻ വറുക്കാനായിട്ട് വെക്കും കേട്ടോ. വേറെ പ്രത്യേകിച്ച് മസാലയൊന്നുമില്ല. ഉപ്പ് മുളക് മഞ്ഞപ്പൊടിയൊക്കെ ചേർത്ത് മാത്രമാണ് കേട്ടോ. ഒരു എക്സ്ട്രാ മഞ്ഞളോ കുരുമുളക് അങ്ങനെയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ അവിടെ വറുക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഞാൻ ക്യാരറ്റ് ബീൻസ് വാങ്ങിച്ചു. അപ്പം നമുക്കത് വെച്ചൊരു തോരനും കൂടെ ഉണ്ടാക്കാം. അത് ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചു. ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. നമ്മൾ കടുക് മൂപ്പിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അതിനകത്തേക്ക് നമുക്ക് സവാളയും പച്ചമുളകും ക്യാരറ്റ് ബീൻസും ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. അതായത് അതിൻ്റെ ഒരു ചെറിയൊരു ചെവിയ മണമൊക്കെ മാറാൻ വേണ്ടി വയ്ക്കാം. എന്നിട്ട് നമ്മൾ മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് നമുക്ക് ഇതിലിട്ടൊന്ന് ചേർത്ത് കൊടുക്കാവേ. അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി ഒന്നുകൂടി വഴറ്റിയിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു ഇപ്പം എന്നുവെച്ചാൽ നമ്മൾ ആ പച്ച മണമൊക്കെ ഒന്ന് പോവാൻ തേങ്ങക്കൊത്തിൻ്റെയൊക്കെ ഒന്ന് മാറാനേ. അപ്പം നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മീൻ കറി വെക്കാവേ. നമ്മൾ കടുകൊക്കെ മൂപ്പിച്ച് അതിനകത്ത് കുറച്ച് ഉലുവയൊക്കെ ഇട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില നമ്മളിത് മൂന്നും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യമേ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാവേ. കൊച്ചുള്ളി ഇട്ടാലും നല്ലതാണ്. ഇപ്പം ഞാൻ സവാള ഇട്ട് കൊടുത്തത്. സവാള ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ കേട്ടോ. നല്ലപോലെ കാരണം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കണം. എന്നാലേ നമുക്ക് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട്. പക്ഷെ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത് പൊടികളും അതായത് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇടുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. വീഡിയോ എടുത്തതാണ് പക്ഷെ അത് ഡിലീറ്റ് ആയി പോയാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മളതൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മുടെ നാടൻ വാളംപുളി എന്ന് പറയും. അപ്പം അത് ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ സൈഡിൽ കപ്പ വേവിക്കുന്നുണ്ടായിരുന്നു. കപ്പ ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ ചീനി എന്നാട്ടോ പറയുന്നത്. ഒരിടത്ത് എങ്ങനെ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ പേരല്ലേ പറയുന്നത്. പിന്നെ അതിനകത്തായിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ജീരകവും കറിവേപ്പിലയും കൂടി ചേർത്ത് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ കുഴച്ച് നല്ലപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കപ്പയും മീൻകറി നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മൾ ചോറെടുത്ത് അതിനകത്തിട്ട് നമ്മൾ വെച്ച തോരനും അതായത് ക്യാരറ്റ് ബീൻസ് തോരനും വറുത്ത മീനും നമ്മുടെ ചീനിയും നല്ല മുളകിട്ട അയലയായിരുന്നു കേട്ടോ നമ്മൾ വാങ്ങിച്ച മീനും അയലക്കറിയും കൂടെ കൂട്ടി നല്ലൊരു പിടി പിടിക്കണം ഗൈസ്. നല്ല ഉച്ചയ്ക്ക് നല്ല സൂപ്പർ ലഞ്ചായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കും നോക്കണം കേട്ടോ. നമ്മൾ ചെറിയൊരു ലഞ്ചായി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ.